ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് രാത്രി 12 മണിക്കാണ് ഓജോ ബോർഡ് ഗെയിം കളിക്കാൻ പോകുന്നത്. സാധനങ്ങൾ ഓജോ ബോർഡും പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, മെഴുകുതിരിയൊക്കെ. പിന്നെ ഒന്ന് അറേഞ്ച്മെന്റിന്റെ കുറച്ച് താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 12 മണിയാകുമ്പോഴത്തേനും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ടെൻഷനും പേടിയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആക്ച്വലി സത്യത്തിലുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നല്ല ടെൻഷനുള്ള പരിപാടി, പേടിയുള്ള പരിപാടിയൊക്കെയാണ്. ഈ ഹൊറർ മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ട്രോമയും കാര്യങ്ങളൊക്കെയാണ് കാണുമ്പോൾ തന്നെ. എങ്കിലും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നോർമലി എണീക്കുന്ന സമയത്ത് ആദ്യം തലകുത്തിയിട്ട് കാലുകുത്തുന്ന വ്യക്തിയാണ് ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ. അത്രയും പേടി എനിക്കുണ്ട്. ആകപ്പാടെ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇവന്മാർ രണ്ടും കൂടെ ഉള്ളതാണ്. പിന്നെ എൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗായ്സ്, നമ്മളങ്ങനെ പണിയെടുത്തെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ഷീണിച്ചു. ദാ ഇവിടെയാണ് ഓജോ ബോർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാൻഡിലും ടേബിളും ചെയറും എല്ലാം സെറ്റാണ്. അതുപോലെ ദാ മുകളിൽ നമുക്കിവിടെ ക്യാമറയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് 12 മണിയാകുമ്പോൾ കാണാം. ഗായ്സ്, രാത്രി 12 മണിയായിട്ടുണ്ട്. നമ്മൾ ഒരു മെഴുകുതിരിയും കത്തിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള മെഴുകുതിരിയൊക്കെ നമുക്കിനി കത്തിക്കാം. ദൈവമേ കാത്തോണേ. അപ്പൊ നീ മുമ്പ് ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടില്ല, സിനിമയെ കണ്ടിട്ട്. ഏത് സിനിമയിൽ? അടികപ്പേനെ കൂട്ടമണി. അതിന്റെ മുകേഷിന്റെ അവസ്ഥയാകുന്നത് ലാസ്റ്റ് പ്രേതം കണ്ടിറങ്ങി ഓടുവേ. ആ ടെറസിൽ പോകുമ്പോഴത്തേനും അവിടെ അനാമിക മറ്റേ ആ സിനിമ അടികപ്പേരെ കുട്ടമണിക്കാതെ മാത്രമല്ല, മറ്റൊരു സിനിമ ഉണ്ടല്ലോ. അല്ലല്ല അയ്യോ ഹിറ്റായ ഒരു ഫിലിം ഇല്ലായിരുന്നോ? കുറെ ബാംഗ്ലൂരുള്ള രോമാഞ്ചം. അതിനകത്ത് അനാമിക ഇന്ന് വരും. അഭി സുന്ദരനായിട്ട് ഒരുങ്ങി വന്നേക്കുന്നത്. അന്തോട്ട് മോശമൊന്നുമല്ലേ. ഏതെങ്കിലും പെൺപ്രേതമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്, ഇത് യഥാർത്ഥമാണെന്ന്. ഇത് എവിടെയെങ്കിലും ഇത് സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപരിചിതൻ സിനിമയിൽ കാവ്യവാദം പറയുന്നുണ്ടല്ലോ, ഇത് പ്രൂഡാണ്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നമ്മളെ വിനീതിന്റെ അടുത്ത് പറയാൻ. എടാ ഞങ്ങളെ പണ്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത്, ഞാൻ ഒരു 7-8 പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ചേട്ടന്മാരെ കേട്ട് ആ സമയത്ത് ഇത് മൂവി എന്നൊക്കെ അവന്മാർ പറഞ്ഞു. ഞാൻ കണ്ടില്ല, എന്തോ ലാസർ അങ്ങനെ ആരോ വന്നിട്ടാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ? ആർക്കും പേടിയില്ല, ഒരു പേടിയില്ല. ഇവിടെ നന്ന് ഒരുങ്ങി വന്നേക്കുന്നത് അനാമിക വരും പറഞ്ഞോണ്ട്. അനാമികയാണെങ്കിൽ നയൻതാരയാണെങ്കിൽ നമ്മൾ വെൽക്കം ചെയ്യും. എന്ത് സത്യത്തിൽ എനിക്ക് ഒരുമാതിരിയാവുന്നു. സീരിയസ് ആയിട്ടാണ് വീഡിയോ ഒക്കെ പറയണ? എനിക്കൊരുമാതിരി രോമാഞ്ചം നമുക്കൊരു കാര്യം എന്തായാലും ഇത് ഫിംഗർ വയ്ക്കാം. എല്ലാരും വിരൽ വയ്ക്കുവേ, എല്ലാരും വെക്കും, ഒരുമിച്ച് വെക്കേ. എടാ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടേ. എടാ നീ ചുമ്മാ കള്ളം പറഞ്ഞല്ലേ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. അതെ അത് ഞാൻ കള്ളം പറഞ്ഞ. നമ്മളൊരു 5 മിനിറ്റോളായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു 5 മിനിറ്റോളം ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിലും പ്രകാശം ഉണ്ടെങ്കിലും ഇത് വരാനായിട്ട് ചാൻസ് കുറവാണ്. മൂവ്മെന്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാം കെടുത്തിട്ട് ഇപ്പോൾ ഒരു മെഴുകുതിരി മാത്രമേ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി നോക്കാം നമുക്ക് എന്താവും. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. Good spirit, please come. Good spirit, please come. അബി, നന്ദു ചുമ്മാ തമാശ കളിക്കില്ല. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടേ. എനിക്കറിയാം രണ്ടും കൂടെ എന്നെ പറ്റിക്ക് വന്നുണ്ടാ. എടാ രണ്ടും കൂടെ തമാശ കളിക്കില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. രണ്ടും കൂടി ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന്. ഡാ നന്ദു, ഞാൻ തമാശ കളിക്കില്ലേ വെറുതെ. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടേ. നന്ദു എനിക്ക് ചുമ്മാ തമാശ കളിക്കില്ല. എന്റെ കയ്യിലാണ് മേജൊക്കെ വീഴുന്നു. നിങ്ങളൊന്ന് വന്നേ, ചുമ്മാ പറ്റിക്കല്ലേ. നീ അപ്പൊ തുടക്കത്തില് പറഞ്ഞിരുന്നു ചുമ്മാ നിങ്ങൾ തമാശ കളിക്കല്ലേ എന്നേ. നന്ദു എടാ, നിങ്ങൾ ഒളിച്ചിരിക്കാന്ന് എനിക്ക് നല്ലോണം അറിയാം. എടാ വാട, എനിക്ക് സത്യത്തിൽ പേടി വരുന്നടാ. എടാ എടാ നന്ദു
ഗായ്സ്, അപ്പോൾ നമ്മൾ ആ വീഡിയോ അവിടെ വെച്ച് നിർത്തി. എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഗോപികയുടെ ഐഡിയ ആയിരുന്നു. ഇങ്ങനത്തെ ഓജോ ബോർഡ് കളിക്കണമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അപ്പോൾ അതിനോട് അവൾ കമ്പനിക്ക് വിളിച്ച് ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങളൊരു പരിപാടി ഉപയോഗിച്ചിടയ്ക്കൊന്ന് ചെറിയ രീതിയിലുള്ള പേടിപ്പിക്കാനായിട്ട് കുറച്ച് പരിപാടികളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തുടങ്ങിയപ്പോൾ തന്നെ ഇവള് നല്ല രീതിയിൽ പേടിച്ച്. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ സിനിമ ഉണ്ടാകുന്ന ട്രോമയുള്ള ഒരാളാണ്. 6 ദിവസം ഇവിടെ ഉറങ്ങിയില്ല. മഞ്ഞമ്മൽ ബോയ്സ് കണ്ട് കുറേ നാള് പ്രശ്നമായിരുന്നു. പിന്നെ അങ്ങനെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ വയനാട് ദുരന്ത ആ സമയത്തൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരാളാണ്. സൂക്ഷ്മദർശിനിയിൽ ലാസ്റ്റ് ഒരു അമ്മച്ചി പറഞ്ഞ സീനുണ്ടല്ലോ, അത് കണ്ടിട്ട് പത്മ തിയേറ്റർ ഇവിടെ കിടക്കി കളഞ്ഞു എറണാകുളം. അപ്പോൾ ഇത് ഈ ഒരു സാധനം ഇങ്ങനെ മോളിൽ നിന്ന് വീണ ഒരു സീന് കഴിഞ്ഞിട്ട് ആള് ഭയങ്കരമായിട്ട് ടെൻസ്ഡായി. ആള് കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് കൂളാവാനായിട്ടൊന്ന് ഒന്ന് റോഡിലോട്ടൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പം പ്രശ്നമായിരുന്നു കുറച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. അത് നമ്മൾ ഓജോ ബോർഡ് വെച്ചിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രായമൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ട് ഒരിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു പ്രാങ്ക്. ഞങ്ങൾ ആക്ച്വലി ഇതൊരു പ്രാങ്കായിട്ട് ഇവളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. സംഭവം സക്സസ് ആയി. ചെറിയ അളവിലെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആൾ ഇനി നിന്ന പ്രശ്നം എന്നുള്ളതാണ്. എന്തായാലും പ്രേതവും അങ്ങനെയൊന്നും വന്നില്ല. അങ്ങനെയൊന്നും അപ്പോൾ ഇതുവരെ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.